ഓരോ മേഖലയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ സാധാരണക്കാർക്ക് ലഭ്യമാക്കാൻ ആവശ്യമായ പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ഓരോന്നായി ഇല്ലാതാക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ലൈഫ് ഭവന പദ്ധതി 6 ലക്ഷത്തിലധികം ആളുകൾക്കാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ വീടുകൾ അനുവദിച്ചത്. അതിൽ 5,15,000-ഓളം വീടുകൾ ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 5 ലക്ഷം വീട് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ 5 പേര് വെച്ച് കൂട്ടിയാൽ 25 ലക്ഷം ആളുകൾക്ക് അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കാൻ സൗകര്യം ഒരുക്കിക്കൊടുത്ത ഗവൺമെന്റാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചത്. 1 ലക്ഷത്തിലധികം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ്. പക്ഷേ ആ പദ്ധതിയെ തന്നെ UDF ഗവൺമെന്റ് തകർക്കുകയാണ്, PD സതീശൻ തകർക്കുകയാണ്. അതിന്റെ ഭാഗമായി ആ ലൈഫ് ഭവന പദ്ധതിക്ക് വകയിരുത്തേണ്ട തുക വകയിരുത്താൻ വേണ്ടി തയ്യാറായില്ല. അതിന്റെ ഭാഗമായി ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ തന്നെ ആശങ്കയിലാവുകയാണ്. ഇപ്പോൾ 1 ലക്ഷത്തിലധികം വീടുകൾ കേരളത്തിൽ നിർമ്മാണ ഘട്ടത്തിലാണ്. ആ നിർമ്മാണ ഘട്ടത്തിൽ കിടക്കുന്ന വീടുകളുടെ കാര്യം എന്താണ് അവസ്ഥ എന്ന അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ബഡ്ജറ്റിന്റെ ഭാഗമായി ലൈഫ് ഭവന പദ്ധതിക്ക് പണം വകയിരുത്താത്തതിന്റെ ഭാഗമായി ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ലൈഫ് ഭവന പദ്ധതി ഇവർ തകർക്കുകയാണ്. ഓരോ മേഖലയും തകർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കപ്പെട്ടവരെ, ഈ മഴക്കാലം വന്നു. മഴക്കാലം ഇത്തവണ മാത്രമല്ല വരുന്നത്, എല്ലാ കാലത്തും എല്ലാ വർഷവും മഴക്കാലം ഉണ്ടാകും. ജൂൺ എന്ന് പറയുന്നത് മഴ വലിയ രൂപത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ്, ഒരു സമയമാണ്. മഴക്കാലം വരുന്നതിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും ഇടപെട്ടുകൊണ്ട് മുൻകരുതൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ 10 വർഷവും വളരെ ഫലപ്രദമായി കേരളത്തിൽ അത്തരം പ്രവർത്തനം നടന്നിട്ടുണ്ട്. UDF ഗവൺമെന്റും LDF ഗവൺമെന്റും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാൻ ജൂൺ മാസം മാത്രം പരിശോധിച്ചാൽ മതി. 2025 ജൂൺ മാസവും 2026 ജൂൺ മാസവും, ഈ 2 ജൂൺ മാസത്തെ കുറിച്ച് പരിശോധിച്ചാൽ എന്താണ്, ആരോടാണ് ഗവൺമെന്റുകളുടെ കൂടെ, ഏത് മുന്നണിയാണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കഴിയും. മഴക്കാലം വരുന്നതിന് മുമ്പുള്ള ശുചീകരണ പ്രവർത്തനവും പകർച്ചവ്യാധി തടയാൻ വേണ്ടിയുള്ള പ്രവർത്തനവും സംഘടിപ്പിക്കുക എന്നത് വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പകർച്ചവ്യാധികൾ തടയാൻ ഇടതുപക്ഷം ഭരിക്കുന്ന 2025 ജൂൺ മാസത്തിൽ നമുക്ക് സാധിച്ചത്. എന്നാൽ UDF അധികാരത്തിൽ വന്നു. 2026 ജൂൺ മാസത്തിൽ മരിച്ചവരുടെ എണ്ണം, പകർച്ചവ്യാധി മൂലം മരണപ്പെട്ടവരുടെ എണ്ണം 95 മരണം വലിയ രൂപത്തിൽ വർദ്ധിച്ചു. 2025 ജൂൺ മാസത്തിൽ LDF ഭരിക്കുമ്പോ പകർച്ചവ്യാധി മൂലം മരിച്ചവരുടെ എണ്ണം 25 25 നിന്നും 95 മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് മാറിയത് UDF സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമായിട്ടാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആ നിലയിലുള്ള പകർച്ചവ്യാധി തടയാൻ ആവശ്യമായ പ്രവർത്തനം UDF സ്വീകരിക്കില്ല. ആ ഘട്ടത്തിൽ അവർക്കുള്ള പണി എന്തായിരുന്നു എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. 102 സീറ്റൊക്കെ കിട്ടി അധികാരത്തിൽ വന്നിട്ട് അവർ ആ ഘട്ടത്തിൽ നടത്തിയത് അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയാണ്. എത്രയോ സമരങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ തുപ്പൽ സമരത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? തുപ്പൽ സമരമാണ്. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി തുപ്പൽ സമരം നടത്തുകയായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാർ. പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഫോട്ടോ വലിയ രൂപത്തിൽ അടിച്ചു വെക്കുക, തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നേതാവിന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ പോയി തുപ്പിയിട്ട് പ്രതിഷേധിക്കുക. നിങ്ങൾക്ക് ഈ നിലയിലേക്കുള്ള അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയായിരുന്നു ആ ഘട്ടത്തിൽ UDF കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ നടത്തേണ്ടിയിരുന്നത് പകർച്ചവ്യാധി തടയാനുള്ള പ്രവർത്തനം. അധികാരത്തിൽ വന്നതിന് ശേഷം അത്തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ ഇവർക്ക് സമയമുണ്ടായിട്ടില്ല. ഇപ്പോഴും മന്ത്രിമാരുടെ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കേരളത്തിൽ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത് പേഴ്സണൽ സ്റ്റാഫിലേക്ക് ആളുകളെ എടുക്കാൻ. നിങ്ങൾ നോക്കുക, 3 മാസം പിന്നിടുമ്പോഴും പല തസ്തികകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഒരു പോസ്റ്റിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ അപേക്ഷയാണ്. UDF നേതാക്കന്മാരുടെ അപേക്ഷ. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ, ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് സമയമില്ല. ഞാൻ മറ്റു വിശദാംശങ്ങളെ കിടക്കുകയല്ല. UDF ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ വലിയ രൂപത്തിലുള്ള മഴ പെയ്തു. അതിന്റെ ഭാഗമായി നാശനഷ്ടങ്ങൾ വലിയ രൂപത്തിലുണ്ടായി. 15 മനുഷ്യർ മരിച്ചു വീണു. ആ ഘട്ടത്തിൽ എന്താ UDF സ്വീകരിക്കുന്നത്?
ഇതിനു മുമ്പും 2018 വലിയ പ്രളയം കണ്ടവരാണ് നമ്മൾ. ഈ മേപ്പാടി പഞ്ചായത്താണെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു പ്രദേശമാണ് മേപ്പാടി പഞ്ചായത്ത്. ആ ദുരന്തത്തെ എങ്ങനെയാണ് നമ്മൾ നേരിട്ടത് എന്ന് നമുക്കറിയാം. ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിക്കൊണ്ട് ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ, ദുരന്ത ബാധിച്ചവരെ അവരെ ആശ്വസിപ്പിക്കാൻ, അവർക്ക് സമാശ്വാസം പകർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ തയ്യാറായി വന്നപ്പോ അവരെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഇനിയൊരു ദുരന്തമുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ പ്രവർത്തനമാണ് നമ്മൾ കണ്ടത്. എന്നാൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മഴ പെയ്ത് വലിയ പ്രയാസം അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അമ്മായിയപ്പനെ കാണാൻ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുകയാണ്. നമുക്ക് ഓർമ്മയുണ്ട്, ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടി പോലും ആ ഘട്ടത്തിൽ ദുരന്ത ബാധിതരെ സംരക്ഷണത്തിന് വേണ്ടിയും മറ്റുമെല്ലാം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചപ്പോ അതിനെ വിമർശിച്ചവരാണ് UDFന്റെ ആളുകൾ. എന്നാൽ ആ വിമാനത്തോടെ അന്തസ്സോടെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും, ഏതെങ്കിലും ഒരു സ്വകാര്യ ആവശ്യത്തിന് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അന്നത്തെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരോ പോലും സ്വകാര്യ ആവശ്യത്തിന് ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ വലിയ പ്രയാസം ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ ഹെലികോപ്റ്ററിൽ പോയി അമ്മായിയപ്പനെ സന്ദർശിക്കുന്ന രൂപത്തിലേക്ക്, വിരുന്നുന്ന രൂപത്തിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. ഒരുപാട് വിശദീകരണം അതിന് ആവശ്യമില്ല. കള്ളാടി ദുരന്തമുണ്ടായി, ഇവിടെ പരാമർശിച്ചല്ലോ. കള്ളാടിയിൽ 8 മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞു, വലിയ പ്രയാസമുണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോ എന്താ അവിടെ സംഭവിച്ചത്? ഒരു ഏകോപനവുമില്ലാത്ത രൂപത്തിലേക്ക് UDFന്റെ ആളുകൾ മാറി, UDFന്റെ മന്ത്രിമാർ മാറിയില്ലേ. മന്ത്രിമാർ നൽകുന്നത് എത്രയോ വൈകിയാണ്. യഥാർത്ഥത്തിൽ 8 പേരാണ് അപകടത്തിൽപ്പെട്ടത്. 8 പേരുടെയും മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. ചൂരൽമലയിൽ വലിയ ദുരന്തമുണ്ടായി, ഒരുപാട് പേരുടെ ജീവൻ പോയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. അന്നത്തെ ഗവൺമെന്റിന്റെ ഇടപെടൽ മൂലം, അന്നത്തെ ജനങ്ങളുടെ എല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം മൂലം ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. കള്ളാടിയിൽ 8 പേരാണ് മണ്ണിടിയിൽപ്പെട്ടത്. 8 പേര് മരണപ്പെട്ടു. ഒരു ജീവൻ പോലും രക്ഷിക്കാൻ UDFന്റെ സംവിധാനത്തിന് സാധിച്ചോ? ഈ ഗവൺമെന്റ് ഇടപെടൽ മൂലം സാധിച്ചോ? അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന പ്രവർത്തനം അവിടെ നടന്നില്ല. മാത്രമല്ല, അതിനുശേഷം ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇതിനു മുമ്പും ക്യാമ്പുകളിലേക്ക് ഒരുപാട് പേരെ മാറ്റിയിട്ടുണ്ട്. ദുരന്തമുണ്ടായപ്പോ, ദുരന്തമുണ്ടായപ്പോ ആളുകൾ ക്യാമ്പിലേക്ക് മാറ്റിയപ്പോ ആ ക്യാമ്പിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ഉറപ്പുവരുത്തി. 10,000 രൂപ വെച്ച് ആളുകൾക്ക് സഹായം നൽകി. വാടക വീടുകളിലേക്ക് മാറ്റി വാടക നൽകി. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോ ദുരന്തമുണ്ടായപ്പോ സ്വീകരിച്ചുവെങ്കിൽ ഇവിടെ കുറച്ചു പേർ മാത്രമാണ് ആ പ്രദേശത്തുള്ളത്. ഒരുപാട് ആയിരക്കണക്കിന് ആളുകളില്ല, കുറഞ്ഞ ആളുകളാണുള്ളത്. എന്നാൽ ആ കുറച്ച് ആളുകൾ ഉണ്ടായിട്ട് അവരുടെ സുരക്ഷിതമായി വാടക വീടുകളിലേക്ക് മാറ്റാൻ പോലും ഈ ഗവൺമെന്റും പഞ്ചായത്തിന്റെ ഭരണസമിതിക്കും സാധിച്ചോ? വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ അവരെ തിരിച്ചു പറഞ്ഞുവിട്ട് മുതലാളിമാരെ സഹായിക്കുന്ന നിലപാട് അതാണ് പഞ്ചായത്ത് ഭരണസമിതിയും ഗവൺമെന്റും സ്വീകരിച്ചത്. അവിടെയുള്ളത് ഏറ്റവും സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളാണ്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരവിടെ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയൻ അവിടെ വന്നപ്പോ ഞങ്ങളെല്ലാം ഒന്നിച്ചു പോയതാണ്. ആ സമയത്ത് അവിടെയുള്ള ആളുകൾ പറയാൻ, ഞങ്ങൾ വസ്ത്രം മാറിയിട്ട് ഇന്നത്തേക്ക് 2 ദിവസമായി, വസ്ത്രം മാറാനോ മറ്റ് സൗകര്യങ്ങളോ ഞങ്ങൾക്കില്ല എന്ന് അവിടെയുള്ള ക്യാമ്പിൽ കഴിയുന്നവർക്ക് പറയേണ്ടി വന്നു. സഖാവ് പിണറായി വിജയൻ പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് ഈ വിഷയം പറഞ്ഞതിന് ശേഷമാണ് അത്തരം കാര്യത്തിൽ ഇടപെടലുണ്ടായത്. അങ്ങനെ ആർക്കെങ്കിലും വിമർശനം ഉന്നയിക്കേണ്ടി വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദുരന്തമുണ്ടായപ്പോ ഒരുപാട് ആയിരക്കണക്കിന് ആളുണ്ടായിട്ടും എല്ലാവരുടെ കാര്യത്തിലും കൃത്യമായ ഇടപെടൽ നടത്താൻ ഇടതുപക്ഷത്തിന് സാധിച്ചുവെങ്കിൽ കുറഞ്ഞ ആളുകളായിട്ട് പോലും അവരുടെ കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ സാധിച്ചില്ല. 1 രൂപ പോലും അവർക്ക് സഹായധനമായി ഇത് ലഭിച്ചിട്ടില്ല. ഏറ്റവും സാധാരണക്കാരാണ്, അവർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത ദിവസങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് അവർക്കൊരു സമാശ്വാസം നൽകുന്ന രൂപത്തിൽ 1000 രൂപയെങ്കിലും കൊടുക്കാൻ തയ്യാറായി, 1 നയാ പൈസ കൊടുക്കാൻ തയ്യാറായില്ല. ഇതാണ് ഈ ഗവൺമെന്റിന്റെ വ്യത്യാസം. അതുകൊണ്ട് ഇപ്പോ അവർ ചെയ്യുന്നെന്താ? ദുരന്തമുണ്ടാകും, അതുകൊണ്ട് ഒരു പ്രദേശമാകെ, ഒരു നാടാകെ അടച്ചിടുക എന്ന നിലപാടാണ്. അതിനോട് യോജിക്കാൻ കഴിയുമോ? പ്രദേശത്ത് അപകടമുണ്ടാകുമ്പോൾ മുൻകരുതൽ പ്രവർത്തനം എടുക്കണം, യാതൊരു സംശയവുമില്ല. പക്ഷേ ടൂറിസത്തെയും അതിന് അനുബന്ധമായി ടാക്സി തൊഴിലാളികളും മറ്റുമൊക്കെയായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
മുൻകരുതലെടുത്തുകൊണ്ട് ആവശ്യമായ സമീപനം സ്വീകരിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. കൃത്യമായ പരിശോധന നടത്തി തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനും അതിന്റെ ഭാഗമായി ടാക്സി മേഖലയിൽ ഉൾപ്പെടെ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്.